കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 30 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും മലയിൽ നിന്നിറങ്ങി ഗലീലിയിലൂടെ കടന്നുപോയി. ഇക്കാര്യം ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. കാരണം അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ഈ വചനം അവർക്ക് മനസ്സിലായില്ല. എങ്കിലും അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. അവർ പിന്നീട് കഫർനാമിലെത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 3 വായനകളും നമ്മെ ക്ഷണിക്കുന്നത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അല്പം കൂടി വളരാനാണ്. നമുക്കറിയാം, എബ്രായർ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വേണ്ടി മാത്രം ദൈവം തന്നൊരു സന്ദേശമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവമക്കളെല്ലാവരും ലക്ഷ്യം വയ്ക്കേണ്ട ഒരു കാര്യമാണ് ഈ ആത്മീയ വളർച്ച. കാരണം നമുക്കെല്ലാവർക്കുമായി ദൈവം തന്നിരിക്കുന്ന ഒരു സന്ദേശമാണ് മത്തായി 5:48. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം. ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന വലിയൊരു സന്ദേശമാണ് നിങ്ങൾ പരിപൂർണത ലക്ഷ്യം വെച്ചുകൊണ്ട് ആ പരിപൂർണതയിലെത്താനുള്ള പരിശ്രമം, പ്രാർത്ഥന നിങ്ങൾ തുടരണം എന്നുള്ളത്. ഇന്നത്തെ ആദ്യ വായന നമ്മളെ പഠിപ്പിക്കുന്നത് വളർന്നവരും വളരാത്തവരും തമ്മിലുള്ള വ്യത്യാസം. ഏത് മനോഭാവമാണ് നമ്മൾ ഉൾക്കൊള്ളാറുള്ളത്, ഏത് രീതിയിലാണ് നമ്മൾ പെരുമാറാറുള്ളത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത ചില വ്യക്തികൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരൊക്കെ നമുക്ക് ഈ വിശ്വാസികളെന്ന് പറയുന്ന ദൈവവിചാരത്തിൽ ജീവിക്കുന്ന ഇവരൊക്കെ നമുക്കൊരു മാർഗതടസ്സമാണ്. അതുകൊണ്ട് എന്തു ചെയ്യാം? അവരെ ഇല്ലാതാക്കാം. അറിവുള്ളവർ, ദൈവിക ജ്ഞാനമുള്ളവർ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കണം. അതിന് ആത്മീയ വളർച്ച നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. സുഭാഷിതങ്ങൾ 25, 21, 22 വചനങ്ങൾ എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹിക്കുമ്പോൾ ജലവും കൊടുക്കുക. അത് അവരുടെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും, നിനക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇത് ആത്മീയ പക്വതയുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് കൂടെ കിടന്ന് വേണമെങ്കിൽ മക്കളെ സമ്മാനിച്ച ജീവിത പങ്കാളിയെപ്പോലും കൊല്ലാനും മടിക്കുകയില്ല. അങ്ങനെ സ്വാർത്ഥത ഉയർന്നു നിൽക്കുന്ന, ദുഷ്ടത ഉയർന്നു നിൽക്കുന്ന ആ സാഹചര്യം കാണാൻ പറ്റും. പകരം നമ്മുടെ ഹൃദയത്തിൽ നന്മയാണ് നിറഞ്ഞു നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ പറ്റും. അതിനുള്ള സാധ്യതയുണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 3-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ ഭാര്യമാർക്ക് കർത്താവ് തരുന്ന ഒരു നിർദ്ദേശമുണ്ട്, നിന്റെ ഭർത്താവിനെ
നേർവഴിയിലേക്ക് നീ കൊണ്ടുവരേണ്ടത് വർത്തമാനം പറഞ്ഞല്ല, ഒരുപാട് ഇങ്ങനെ സംസാരിച്ചോ കുറ്റപ്പെടുത്തിയോ അല്ല, നല്ല പെരുമാറ്റം കൊണ്ട്. നിൻ്റെ നല്ല സ്വഭാവമാണ് നിൻ്റെ ഭർത്താവിനെ വീണ്ടെടുക്കാൻ നിന്നെ സഹായിക്കുന്നത്. ഭാര്യയ്ക്ക് ഒരു കുറവുണ്ടെങ്കിലും ഭർത്താവും അതേ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഭാര്യയെ വീണ്ടെടുക്കാൻ പറ്റും, നേരെയാക്കാൻ പറ്റും, നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. റോമാലേഖനം 12:21 ആ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. തിന്മയെ തിന്മ കൊണ്ട് കീഴടക്കാൻ ആർക്കും പറ്റില്ല. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. അതിന് നാം നന്മയിൽ വളരണം. നന്മയിൽ വളരാനുള്ളൊരു പരിശ്രമം, പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അപ്പോഴാണ് നമുക്ക് തിന്മയെപ്പോലും നന്മ കൊണ്ട് കീഴടക്കാൻ പറ്റുക എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ 2ാം വായന യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം. തുടങ്ങിയത് തന്നെ 2 കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അതിൻ്റെ കഴുത്തറക്കുന്ന 2 കാര്യങ്ങൾ, ക്രിസ്തീയ കുടുംബങ്ങളുടെ കഴുത്തറക്കുന്ന 2 കാര്യങ്ങൾ: സ്വാർത്ഥത, അസൂയ. യാക്കോബ് ശ്ലീഹ പറയാണ്, നിങ്ങളുടെ ഇടയിൽ കടുത്ത സ്വാർത്ഥതയും അസൂയയും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ സ്വാർത്ഥമതികളായിട്ട് ജീവിക്കുന്നവർ ശത്രുക്കളെ മിത്രമാക്കുമോ? ഒരിക്കലുമില്ല. ശത്രുക്കളെ തട്ടിക്കളയാനേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, സഹനത്തിലെ നന്മകൾ തിരിച്ചറിഞ്ഞവർ സഹനം വരുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തരായി ജീവിതത്തിൽ മുന്നോട്ട് പോകും. വളരാത്തവരെന്ത് ചെയ്യുമെന്നറിയാം? ഇവരെല്ലാം കാരണമാണ് എനിക്കിങ്ങനെയെല്ലാം വന്നത് എന്ന് പറഞ്ഞ് അവർക്കെതിരെ തിരിയും. നമ്മൾ വളരാത്തതിൻ്റെ ഒരു സൂചനയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വളരാൻ പറ്റണം. നമ്മൾ വളർന്നാൽ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ നമുക്ക് സാധിക്കും. ആത്മീയ വളർച്ചയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21:18. അവിടെ പത്രോസിനോട് ഉദ്ധിതനായ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ അരമുറുക്കി നിനക്കിഷ്ടമുള്ളിടത്തേക്ക് നീ പോയി. പ്രായമാകുമ്പോൾ നീ വെറുതെ കൈകെട്ടി നിൽക്കും. മറ്റൊരാൾ നിൻ്റെ അരമുറുക്കും. നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് ചിലപ്പോൾ നിന്നെ കൊണ്ടുപോയെന്നും വരും. നിനക്ക് തോന്നുന്നുണ്ട് ഇത് വയസ്സാകുന്ന കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. പ്രായമാകുന്ന, അങ്ങനെ ഫിസിക്കലി ഓൾഡാകുന്ന ഒരു കാര്യമല്ല. സ്പിരിച്വൽ മച്യൂരിറ്റി, ആത്മീയ പക്വത, ആത്മീയ വളർച്ച, അത് വന്നു കഴിയുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ എന്നുള്ള ചിന്ത കുറയും. എന്നിട്ട് ദൈവത്തിന് വേണ്ടി ചിന്തിക്കുവാനും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കും. അതാണ് ആത്മീയ വളർച്ച. അല്ലാതെ ഒരാളെ നോക്കുമ്പോഴേ എനിക്ക് ദർശനം കിട്ടുന്നു, അവരെക്കുറിച്ച് പ്രവചിക്കാൻ പറ്റുന്നു, അങ്ങനെയുള്ള ചില വരദാനങ്ങൾ, അതാണ് ആത്മീയ വളർച്ചയുടെ ഭാഗമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ല. കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ 1 കൊറിന്തോസ് 13 വായിച്ചാൽ, നീ മനുഷ്യരുടെ മാത്രമല്ല മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാൽ, ഭാഷാപരത്തിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ നീ വട്ടപ്പൂജ്യം. അപ്പം അതുകൊണ്ട് സ്നേഹത്തിൽ വളരാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. ഈ ഒരു വളർച്ചയാണ് ആധ്യാത്മിക വളർച്ചയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. യാക്കോബ് ശ്ലീഹ 3 തരത്തിലുള്ള അറിവിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ആദ്യ വായന യാക്കോബ് 3 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, പൈശാചികമായ അറിവ്. ഈ അറിവ് ഉന്നതത്തിൽ നിന്നുള്ളതല്ല എന്ന് യാക്കോബ് ശ്ലീഹ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയാറില്ല, അവന് പഠിച്ച് അവസാനം അവൻ പിശാചിനെ പോലെയായി. ഞാൻ ഈ നോർത്തേൺ അയർലൻഡിൽ അവിടെ ചെന്നപ്പം ഒരു കുടുംബനാഥ വിങ്ങിപ്പൊട്ടി പറഞ്ഞൊരു കാര്യം, എൻ്റെ ഭർത്താവ് വീൽ ചെയറിലാണ്, തളർന്ന്. എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ ജോലിക്ക് പോകണം, ഒരുപാട് കഷ്ടപ്പെടണം, വീട്ടിൽ വന്നിട്ട് വീട്ടിലെ പണികളെല്ലാം ചെയ്യണം, ഒരുപാട് ജോലി ഉണ്ടച്ചാ, ഒരുപാട് ജോലി. എനിക്കതൊരു ഭാരമല്ല.
എൻ്റെ ഭാരം എൻ്റെ മകനാണ്. അവന് പഠിച്ച് ഇപ്പം നിരീശ്വരവാദിയാണ്. അത് കണ്ടിട്ടാണ് ഈ അമ്മ നെഞ്ചുരുകി നിൽക്കുന്നത്. ഞാൻ അവനോട് കുറച്ച് നേരം സംസാരിച്ച, അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നെ സത്യം പഠിപ്പിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയാവുകയാണെങ്കിൽ അതാണ് അച്ഛൻ സത്യം അറിഞ്ഞു, അത് അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റുക. പ്രിയപ്പെട്ടവർ, നമുക്ക് ചിലപ്പോൾ ഈ ബുദ്ധി അതിസാമർഥ്യം വന്നിട്ട് ദൈവനിഷേധികളായി മാറുന്നെങ്കിൽ അതിനേക്കാൾ ഭേദമല്ല മന്ദബുദ്ധികളായിട്ട് നമ്മൾ കഴിയുന്ന. കാരണം സങ്കീർത്തനം 14 1-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയും. ദൈവമില്ലെന്ന് അങ്ങനെ പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മന്ദബുദ്ധിയായിട്ട് ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് ദൈവനിഷേധികളാക്കുന്ന പൈശാചിക അറിവ്. രണ്ടാമത്തേതാണ് ബൗദ്ധികമായിട്ടുള്ള അറിവ്. ചില കാണാൻ സാധിക്കും ഭയങ്കരം ബ്രെയിനിയാണ്. അവരിരുന്ന് സാധാരണ കാര്യം കേട്ടാൽ ചിലരൊക്കെ ഓരോ കമൻ്റൊക്കെ പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ബ്രെയിനാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ എനിക്ക് അറിവുണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി ബ്രെയിൻ, അവരുടെ തലയ്ക്ക് പിടികിട്ടാത്തതൊന്നും അവർ അംഗീകരിക്കത്തില്ല. ബ്രെയിൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത് അവർ അംഗീകരിക്കത്തില്ല. അത് രണ്ടാമത്തെ ലെവലാണ്. നമ്മൾ 1 കൊറിന്തോസ് 1-ാം അധ്യായം വായിക്കുമ്പോൾ 26-27 വചനങ്ങൾ വായിച്ചാൽ മതി. അവിടെ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളിൽ ബുദ്ധിമാന്മാരായിട്ടുള്ളവർ അധികമില്ല, അങ്ങനെയുള്ളവരെ അല്ല ഞാൻ സെലക്ട് ചെയ്തത്. നിസ്സാരരായിട്ടുള്ളവരെ, വലിയ ബുദ്ധി സാമർഥ്യം കാലിബർ ഇതൊന്നും ഉള്ളതല്ല ഞാൻ നോക്കിയത്. നിസ്സാരരായവരെ ഞാൻ അവരെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? അവരെ അഭിഷേകം ചെയ്തു. അവർക്ക് ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കാൻ പറ്റി. അപ്പോസ്തല പ്രവർത്തനം 6-ാം അധ്യായം 10-ാമത്തെ വചനം വായിക്കുമ്പോൾ സ്തേഫാനോസ് അതീവ ബുദ്ധി സാമർഥ്യമുള്ള വ്യക്തിയൊന്നുമല്ലായിരുന്നു. പക്ഷെ അവനുണ്ടായിരുന്നത് ജ്ഞാനത്തിൻ്റെ അഭിഷേകം. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുകയാണ് ഈ ബുദ്ധിമാന്മാരായിട്ടുള്ളവർ ചോദിച്ച സകല ചോദ്യങ്ങൾക്ക് ഇവന് മറുപടി പറയാൻ പറ്റി. ഇവൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്കൊണ്ട് മറുപടി പറയാനും പറ്റിയില്ല. അപ്പോൾ നോക്കിയേ, ബ്രെയിനി ആകുന്നതാണോ പ്രധാനപ്പെട്ടത്? ബുദ്ധിസാമർഥ്യമാണോ പ്രധാനപ്പെട്ടത്? അതോ അഭിഷേകം, ദൈവിക ജ്ഞാനം? അതാണ് 3-ാമത്തെ ലെവല്, ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം, ഡിവൈൻ വിസ്ഡം. ശരിക്കും നമ്മൾ ഈ ഒരു കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമുക്ക് വേണ്ടത് ആ അഭിഷേകമാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, 12 അപ്പസ്തലന്മാർ, അവർ വലിയ വിദ്യാഭ്യാസമോ വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തവർ. അവർ ചെയ്ത കാര്യം 12,000 അച്ഛന്മാർ നോക്കിയാൽ നടക്കുമോ? അല്ലെ 12 ലക്ഷം അച്ഛന്മാർ നോക്കിയാൽ നടക്കുമോ? നടക്കത്തില്ല. അതിന് ഇവരിലുണ്ടായിരുന്നത് അഭിഷേകം, അവരിൽ പ്രവർത്തിച്ചത് ആ അഭിഷേകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അഭിഷേകം ഏറ്റെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇത് സുവിശേഷഭാഗം നന്നായിട്ട് വളർന്നവരുടെ ഒരു മനോഭാവം എടുത്തു കാണിക്കുന്നുണ്ട്. യേശുവിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫിലിപ്പിയർ 2:5 നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഇതേ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകണം. കാരണം നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? യേശുവിൻ്റെ അതേ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകണം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന മനോഭാവം. യാക്കോസ് ലീഗ 2-ാം അധ്യായം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, പക്ഷപാതം പാപമാണ്. വെൽ ഡ്രസ്ഡായിട്ട് വന്ന ഒരുവനെ കാണുമ്പോൾ നിങ്ങൾ ബഹുമാനം കാണിക്കുന്നു, മുഷിഞ്ഞ ഡ്രസ്സിട്ട് വരുന്നവനോടെ അപജ്ഞയാണ് നിങ്ങൾക്ക്. പക്ഷപാതം. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു, ഒരു ശിശുവിനെ വിളിച്ച് നടുവിൽ നിർത്തിയിട്ട് അവനെ പ്രശംസിക്കുന്ന ഇവനെപ്പോലെയുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മൾ കാണുന്നുണ്ട്, ശിശുക്കളെ തടഞ്ഞപ്പോൾ യേശു പറഞ്ഞു, തടയണ്ട, അവർ വരട്ടെ, അവരെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം. എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരരായവരെ പോലും ബഹുമാനിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു.
നിങ്ങൾ ദമ്പതിമാർ, നിങ്ങൾ ഭാര്യയെ അടിമയാക്കി കാണാനോ അല്ലെങ്കിൽ ഭർത്താവിനെ മാക്സിമം നിങ്ങളെ സ്വാർത്ഥതയ്ക്ക് പീഡിപ്പിക്കാനോ വിളിക്കപ്പെട്ടവരല്ല. മറിച്ച് തോളോട് തോൾ ചേർന്ന് ഇരുവരും പരസ്പരം സഹായിച്ച് സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ. എന്നിട്ട് അവർക്കൊന്ന് പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിലോ? ഇവിടെ നോക്കിയേ, യേശു ചെയ്തൊരു കാര്യം, ഒരു ബാലനെ പോലും അവൻ ബഹുമാനിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം.